ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾക്ക് A to Z നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ എന്തായാലും 90% എബോവ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അസൈൻമെൻറ്റ്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആൻസറിങ് പാറ്റേൺ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അസൈൻമെൻറ്റ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കാം. അതായത് നമ്മളുടെ ഒരു ഇഗ്നോർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാല്യുവേഷൻ നടക്കുന്നത് അസൈൻമെൻറ്റ് വാല്യുവേഷനും അതുപോലെ തന്നെ എക്സാം വാല്യുവേഷനാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഏത് സബ്ജക്റ്റാണോ എടുത്തിട്ടുള്ളത് ആ സബ്ജക്റ്റിന് ഓരോന്നിനും നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ പാസ്സാവുന്നത്, ഒരു സബ്ജക്റ്റിന് പാസ്സാവുന്നത് അവർ അസൈൻമെൻറ്റിനും പാസ്സായിരിക്കണം, അതുപോലെ തന്നെ എക്സാമിനും പാസ്സായിരിക്കണം. ഏതെങ്കിലും ഒന്നിന് ഫെയിലാവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം പാസ്സായി എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ എക്സാമിൻ്റെ അവസാനത്തെ ഗ്രേഡ് കാർഡ് വരുമ്പോൾ, അതായത് റിസൾട്ടിൻ്റെ അവസാനത്തെ ഗ്രേഡ് കാർഡ് വരുമ്പോൾ അതിൽ നമ്മുടെ അസൈൻമെൻറ്റ് മാർക്കിൻ്റെ 30%, അതുപോലെ തന്നെ നമ്മുടെ റിട്ടൺ എക്സാമിൻ്റെ 70% കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവസാനത്തെ ഗ്രേഡ് കാർഡിൽ നമ്മൾ പാസ്സായോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമിന് നമ്മൾ പാസ്സാവുന്നത് അസൈൻമെൻറ്റ് കൂടി പാസ്സാവണം. ആ ഒരു അസൈൻമെൻറ്റ് പാസ്സാവാൻ നമുക്ക് 40% മാർക്ക് നിർബന്ധമായിട്ടും വേണം. അതായത് ഒരു 100 മാർക്കിൻ്റെ അസൈൻമെൻറ്റ് ആണെങ്കിൽ അതിൽ 40 മാർക്ക് നിർബന്ധമായും നമ്മൾ നേടിയാൽ മാത്രമേ നമുക്ക് അസൈൻമെൻറ്റ് പാസ്സായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി അതിൽ മാർക്ക് കുറഞ്ഞു, നിങ്ങൾക്ക് ഇനിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു കാര്യം ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അസൈൻമെൻറ്റ് തന്നെ 40 മാർക്കിൽ കൂടുതൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. 40% താഴെയാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ വാലിഡിറ്റി, ഓരോ വർഷവും അസൈൻമെൻറ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു അസൈൻമെൻറ്റ് ആയിരിക്കണം ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ആ വർഷത്തെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ വാലിഡിറ്റി നോക്കിയിട്ട് വേണം നമുക്ക് അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ. ആദ്യം തന്നെ അതിനായിട്ട് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ 3 ബാർ കാണും. അതിൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വിൻഡോ ഉണ്ടാവും. ഇവിടെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോർട്ടൽസ് ഉണ്ടാകും. നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ്, ഒന്നും കൂടി പറയാം. ഇനി ഇതിൽ അസൈൻമെൻറ്റ് എന്നുള്ള ഭാഗം കാണാം. അസൈൻമെൻറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. ഇതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് നിങ്ങളുടെ പ്രോഗ്രാമെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് ഇവിടെ ഉണ്ടാവും. ബാച്ചിലേഴ്സ് ഡിഗ്രി, PG ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, അങ്ങനെ എല്ലാ വിധത്തിലുള്ള അസൈൻമെൻറ്റും ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഏതാണോ കോഴ്സ് അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി സെലക്ട് ചെയ്യുമ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ വരുന്ന എല്ലാ സബ്ജക്റ്റും എല്ലാ കോഴ്സസും ഇതിൽ വരും. അതിൽ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഓഫ് അസൈൻമെൻറ്റ് റൈറ്റിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും ഓരോന്നിനും വേറെ വേറെ അസൈൻമെൻറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കൈകൊണ്ട് എഴുതിയ അസൈൻമെൻ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പ്രിൻ്റ് ചെയ്തിടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല വേണ്ടത്, കൈകൊണ്ട് തന്നെ എഴുതിയതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും നമുക്ക് വേർഡ് ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കണം നമ്മൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഉണ്ടാകുന്ന സംശയമാണ് നമുക്ക് ഏതൊക്കെ പെന്ന് യൂസ് ചെയ്യാം, നമുക്ക് അതുപോലെ തന്നെ ബ്ലാക്ക് പെന്നും ഒരുമിച്ച് യൂസ് ചെയ്യാവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം നിങ്ങൾ ബ്ലൂ പെന്നാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബ്ലൂ പെന്ന് തന്നെ, ബ്ലൂ ഇങ്ക് തന്നെ ആ ഒരു അസൈൻമെൻറ്റ് മുഴുവനായിട്ട് എഴുതുക. നിങ്ങൾക്ക് അണ്ടർലൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെന്ന് ഉപയോഗിക്കാം. എന്നാലും മാർക്കർ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ റെഡ് ഇങ്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൽ പറയേണ്ട മറ്റൊരു
കാര്യം എന്ന് പറയുന്നത് നമ്മൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ കാര്യമാണ്. അതായത് A4 ഷീറ്റാണ് അത് നിങ്ങൾക്ക് റൂൾഡ് വേണമെങ്കിൽ റൂൾഡ് ഉപയോഗിക്കാം, അല്ല സാധാ നമ്മൾ A4 ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലെയിൻ A4 ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മാർജിൻ്റെ കാര്യത്തിലും ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ഒരു പേപ്പറിൻ്റെ 4 സെൻറ്റിമീറ്റർ മാർജിൻ ലൈന് വിടണം എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു ഭാഗത്താണ്. മറ്റ് 3 ഭാഗങ്ങളിലും ചെറിയ ഒരു ഭാഗം മാത്രമേ നമുക്ക് വിടേണ്ടതുള്ളൂ. എല്ലാ ഭാഗത്തും നമ്മൾ മാർജിൻ വരഞ്ഞിരിക്കണം. ചില സ്റ്റഡി സെൻറ്റേഴ്സിൽ നിന്നും നമുക്ക് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു പേപ്പറിൻ്റെ 2 ഭാഗവും എഴുതുക എന്നുള്ളതാണ്. ചില സ്റ്റഡി സെൻറ്റർ പറയുന്നത് ഒരു ഭാഗത്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് 30 പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം. മാക്സിമം 30 പേപ്പർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ എഴുതുന്നത് 2 ഭാഗത്തും പേപ്പറിൻ്റെ 2 ഭാഗത്തായിട്ടും എഴുതണം എന്നുള്ളതാണ്. എന്നാൽ ചില സ്റ്റഡി സെൻറ്റർ അതിന് അനുവദിക്കാറില്ല. അതുപോലെ തന്നെ പേജ് ലിമിറ്റും അവർ പറയാറില്ല. നമുക്ക് ഇഷ്ടമുള്ളത്ര എഴുതാൻ വേണ്ടിയിട്ട് അവർ പറയും. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇതിപ്പോൾ 2 സൈഡും എഴുതാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ മാർജിൻ വിടേണ്ടത് എല്ലാ ഭാഗത്തു നിന്നും ഒരേ അളവിൽ മാർജിൻ വിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് കെട്ടിവെക്കുമ്പോൾ എല്ലാ ഭാഗവും നല്ല രീതിയിൽ നമ്മൾ എഴുതിയ എല്ലാ ഭാഗവും നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മളോട് ശരിയാവുക. ഒരു ആൻസറിങ് പാറ്റേൺ ആണ്. ഇതിനും ചില ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. പിന്നെ അവർ ശ്രദ്ധിക്കുന്നത് നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് ഇടുന്നുണ്ട്. അതായത് നമ്മുടെ പ്ലാനിങ്ങും നമ്മൾ ആ ഒരു ആൻസർ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മളോട് എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മൈന്യൂട്ടായിട്ട് നോക്കുന്നുണ്ട്. അത് എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്ത് നന്നായിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും അതുപോലെ തന്നെ ബുക്ക് റെഫർ ചെയ്തിട്ടും അതുപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ട് അതിൽ നമുക്ക് നല്ല പോയിന്റ്സ് തോന്നുന്നത് അങ്ങനെ എഴുതിയിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വെറും നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം അല്ലെങ്കിൽ വെറും പുറത്തുള്ള സോഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ അവർ അതിന് അത്ര മാർക്ക് തരുന്നില്ല. ഇനിയിപ്പോൾ കുറേ പേര് സോൾവ്ഡ് അസൈൻമെൻറ്റ് വാങ്ങിയിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കോപ്പി ചെയ്തിട്ട് എഴുതുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് തീരെ കുറയും, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ഷീറ്റിൻ്റെ മുകളിലായിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിരുന്നാൽ കൂടി നമ്മളുടെ ഓരോ ക്വസ്റ്റ്യനും എഴുതിയിട്ട് തന്നെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കറക്റ്റ് എഴുതിയിട്ട് തന്നെ ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻസർ എഴുതുമ്പോൾ പാരഗ്രാഫായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് അതിന് ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം, അതിന് ബോഡി ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ആൻസർ പേപ്പറിൻ്റെ ഓരോ പേപ്പറിനും അതിൻ്റേതായിട്ടുള്ള നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 1ാമത്തെ പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 1 എന്ന് കൊടുക്കുക, 2ാമത്തെ പേപ്പർ ആണെങ്കിൽ 2 എന്ന് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവസാനം നമ്മൾ കെട്ടിവെക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളുടെ പേപ്പർ മിസ്സാവാതെ കറക്റ്റ് സ്ഥാനത്ത് തന്നെ വെച്ച് നമുക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കെട്ടിവെക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ആൻസർ ഷീറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു പേപ്പർ വേണം. അതിൽ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ, നമ്മളുടെ നെയിം, അഡ്രസ്സ്, സിഗ്നേച്ചർ, അതുപോലെ തന്നെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണ്, കോഴ്സിൻ്റെ ടൈറ്റിൽ എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും പേഴ്സണൽ ഡാറ്റ ഷീറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന് മുകളിലായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇഗ്നോ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതൊരു ഓർഡറായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ വേണ്ടത് നമുക്കൊരു ഇവാലുവേഷൻ ഷീറ്റാണ് വേണ്ടത്. 2 ഇവാലുവേഷൻ ഷീറ്റാണ് മെയിനായിട്ട് വെക്കുന്നത്. അതിൽ നമ്മളുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും, നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ 2ലും അത് എഴുതുക. അതിനുശേഷം നമുക്കൊരു പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ആവശ്യമാണ്. അതിനുശേഷമാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മളുടെ ആൻസർ ഷീറ്റ് നമുക്ക് വെക്കേണ്ടത്. ഇങ്ങനെയാണ് പൊതുവെ നമ്മളുടെ ഇഗ്നോയുടെ അസൈൻമെൻറ്റ് ഓർഡർ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനും ചില ഗൈഡ് ലൈൻസ് നമ്മളുടെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ അസൈൻമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പിൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫയലിൽ ഇടുകയോ ചെയ്യാൻ പാടില്ല. നമുക്ക് ഷോപ്പിൽ നിന്നും റെഡ് നല്ല കട്ടിയുള്ള ത്രെഡ് കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ 2 സൈഡിലായിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് കെട്ടിവെക്കുകയാണ് വേണ്ടത്.
സ്റ്റഡി സെൻറ്ററിനനുസരിച്ചിട്ട് ഈ ഇൻസ്ട്രക്ഷൻസിലും മാറ്റം ഉണ്ടായിരിക്കും. കാരണം JDTയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ത്രെഡ് ഉപയോഗിച്ചിട്ട് കെട്ടിവെച്ചതിന് ശേഷം ഒരു കവറിൽ, ഒരു പോളിത്തീൻ കവറിൽ ഇട്ടിട്ട് വേണം നമ്മൾ അസൈൻമെൻറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് വേണം ചെയ്യാൻ. അത് നമ്മൾ തന്നെ പോകണമെന്നില്ല, പേഴ്സണലി പോകണമെന്നില്ല. നമുക്ക് നമ്മളുടെ കൂട്ടുകാരടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ ആരടുത്തെങ്കിലും നമുക്ക് നമ്മളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. സ്റ്റഡി സെൻറ്ററിൽ പോകുന്നതിന് മുമ്പായിട്ട് സ്റ്റഡി സെൻറ്റർ ഏതൊക്കെ ദിവസങ്ങളിലാണ് അസൈൻമെൻറ്റ് അവർ വാങ്ങുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അസൈൻമെൻറ്റ് നമ്മൾ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ പ്രിൻ്റ് ഇത്രയും കുറേ പേജസ് ഉള്ളത് കൊണ്ട് തന്നെ പ്രിൻ്റ് എടുക്കുക എന്നുള്ളത് വളരെ നമുക്ക് പൈസ ചിലവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഫോണിൽ നമ്മളുടെ ഫോണിലൊന്ന് ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്ത് വെക്കുക. അതായിരിക്കും ഏറ്റവും നമുക്ക് നല്ലത്. ചില കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ അസൈൻമെൻറ്റ് മിസ്സാവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അസൈൻമെൻറ്റ് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അസൈൻമെൻറ്റ് നമ്മളുടെ സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമുക്കൊരു സ്ലിപ്പ് കിട്ടും. അതായത് ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്. ആ ഒരു സ്ലിപ്പിൽ നമ്മൾ എത്ര അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൽ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് നമുക്ക് സൈന് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു പേപ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത് വരെയെങ്കിലും ആ ഒരു അസൈൻമെൻറ്റ് സ്ലിപ്പ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അഥവാ അവരിൽ നിന്ന് നമ്മളുടെ അസൈൻമെൻറ്റ് മിസ്സാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി ആ ഒരു സ്ലിപ്പ് കാണിച്ച് നമ്മളുടെ അപ്ഡേഷൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ അസൈൻമെൻറ്റ് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.